കൊല്ലം അമൃതപുരിയിൽ ഗുരുപൂർണിമ ആഘോഷങ്ങൾക്ക് തുടക്കമായി പുലർച്ചെ 3:30-ക്ക് ലളിത സഹസ്രനാമ പാരായണത്തോടെയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത്. ഗുരുപൂർണിമ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് അമൃതപുരിയിൽ എത്തിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി അമൃതപുരിയിൽ നിന്ന് സുധീഷ് ചേരുകയാണ്. സുധീഷ്, ഗുഡ് മോർണിംഗ്. എനിക്ക് സുധീഷിന്റെ പുറകിൽ കാണാം നിരവധി ഭക്തരാണ് ഇപ്പോൾ അമൃതപുരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഭക്തിസാന്ദ്രമാണ് അല്ലേ? തീർച്ചയായും അതിമനോഹരമായ ഒരു ദിവസം അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗുരുപൂർണിമ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തീകരിച്ചു. ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച ആ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അമൃതപുരിയിൽ. ഭക്തിസാന്ദ്രമാണ് അമൃതപുരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം വിദേശികളും സ്വദേശികളും ഒക്കെയായ അമ്മയുടെ ഭക്തർ ഒക്കെ തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട് ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ. ഇനിയുള്ള ചടങ്ങുകളൊക്കെ അതിൻ്റെ ഓരോ സമയക്രമം അനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഏതായാലും ഗുരുപൂർണിമ ആഘോഷങ്ങൾ അമൃതപുരിയിൽ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഈ ചടങ്ങുകളൊക്കെ ഭക്തരിൽ എത്തിക്കാൻ കഴിയുന്നതും വലിയ ഒരു ആത്മീയമായ ഒരു സന്ദേശം കൂടിയാണ്. നമുക്ക് ഈ ചടങ്ങുകളെയൊക്കെ കുറിച്ച് ബ്രഹ്മചാരി ശ്രീധരാമൃത ചൈതന്യ നമ്മളോട് വിശദീകരിച്ചു തരും. നമശിവായ, എങ്ങനെയായിരുന്നു രാവിലെ മുതലുള്ള ഈ ചടങ്ങുകളൊക്കെ? ഓം അമൃതീശ്വരി നമഃ. ഇന്ന് രാവിലെ 3:30 ഗുരു അഷ്ടോത്തരവും ലളിതാ സഹസ്രനാമ അർച്ചനയും മഹിഷാസുര മർദ്ദിനി സ്തോത്രവും നടന്നു. തുടർന്ന് താന്ത്രിക ആചാരപ്രകാരമുള്ള മഹാഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും ഗുരുഹോമവും നടന്നു. ഇനി തുടർന്ന് സ്വാമിജി അമൃത സ്വരൂപാനന്ദപുരിയുടെ സത്സംഗം കൃത്യം 8 മണിക്ക് തന്നെ ആരംഭിക്കുന്നു. തുടർന്ന് ഗുരുപാദുക പൂജയും അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണവും നടക്കും. തുടർന്ന് ദർശനവും എല്ലാമാണ് ഇവിടെ ഇന്നത്തെ പരിപാടികളായിട്ട് ഇവിടെ നടക്കുവാൻ പോകും. തീർച്ചയായും സ്വാമി, അത് തന്നെയാണ് ഒരു ആത്മീയമായ ഉണർവിന് വേണ്ടിയാണ് നമ്മളൊക്കെ ഒരു ഗുരുപാദുക അല്ലെങ്കിൽ ഈ ഗുരു പൂർണിമ ആ ഒരു ദിവസത്തെ കാണുന്നത് അല്ലേ? തീർച്ചയായും ഇന്നത്തെ ദിവസം എല്ലാ ഗുരുക്കന്മാരെയും നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഇന്ന് നമുക്ക് അമ്മ മഹാഗുരുവായി അമ്മ നമുക്കുള്ളപ്പോൾ അമ്മയിലൂടെ നമ്മൾ സർവ്വഗുരുക്കന്മാരെയും കണ്ടുകൊണ്ട് ഈ പരിപാടിയുടെ ആഘോഷിക്കുകയാണ്. അമ്മയുടെ ആ സന്ദേശം, അമ്മയുടെ ഓരോ വാക്കുകൾ, അതായത് ഭക്തരുടെ ഉള്ളിലുള്ള അജ്ഞത അകറ്റാൻ അമ്മ നൽകുന്ന ഓരോ വചനങ്ങളും അത് ശ്രവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇനി ഓരോ ഈ ഭക്തരും കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയാണ് ഈ ഭക്തർ നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് ചെയ്യുന്ന ഈ പരിപാടികളിലൊക്കെ പങ്കുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരെയും നമ്മൾ പൂർണ്ണമായി വണങ്ങുന്ന ഒരു ദിവസമായിട്ടാണ് ഈ ഗുരുപൂർണിമ നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി സ്വാമി. അപ്പോൾ അമൃതപുരിയിലെ ഈ ചടങ്ങുകൾ ഇന്നൊരു ദിവസം മുഴുവൻ ഇങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി ഒരുപാട് ചടങ്ങുകളുണ്ട്. 8 മണിക്ക് അമൃത സ്വരൂപാനന്ദപുരിയുടെ സത്സംഗം ഉണ്ടാവും. തുടർന്ന് 9 മണിക്ക് ഗുരുപാദുക പൂജ, ഒപ്പം തന്നെ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഈ ഗുരുപൂർണിമ ദിന സന്ദേശം, ഇതൊക്കെ ശ്രവിക്കുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ ആയിട്ട് ഒരുപാട് ഭക്തജനങ്ങളാണ് ഇപ്പോൾ ഈ അമൃതപുരിയിൽ എത്തിയിരിക്കുന്നത്. ഇവരൊക്കെ തന്നെ ഈ ഒരു ചടങ്ങുകളൊക്കെ ദർശിച്ച് ഒരു ആത്മീയ ഉണർവിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. ഏതായാലും പുലർച്ചെ മുതൽ ആരംഭിച്ച ചടങ്ങുകൾ ഇപ്പോഴും ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന ഓരോ മണിക്കൂറുകളിലും ഓരോ ചടങ്ങുകളുണ്ട്. ഇതൊക്കെ കാണുന്നതിന് വേണ്ടിയാണ് ഇവിടെ കൂടിയിരിക്കുന്ന അമ്മയുടെ വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരുമായ ഓരോ ഭക്തജനങ്ങളും ഇവിടെ കൂടിയിരിക്കുന്നത്. ആ ആത്മീയ ഉണർവിൽ നിന്നും അമ്മയുടെ ഓരോ വാക്കുകളും ശ്രമിച്ച് അതിലൂടെ ഉള്ളിലെ അജ്ഞത ഇരുട്ടകറ്റി ഒരു വെളിച്ചത്തിലേക്കുള്ള പുതിയ ജീവിതത്തിൻ്റെ പാത തുറന്നു കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ് ഓരോ ഭക്തരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനായുള്ള ഒരു
സന്തോഷത്തിലാണ് അമൃതപുരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ആത്മീയ ചൈതന്യം ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. ആ ആത്മീയ ചൈതന്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഉണർവ് അത് തന്നെയാണ് മക്കളെ സംബന്ധിച്ചിടത്തോളം, അമ്മയുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ പ്രയാണത്തിനും വിജയമായി മാറുന്നത്. ആ വിജയത്തിലേക്കുള്ള ഒരു പാത കൂടി അമ്മ തുറന്നു നൽകുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന അറിവുകൾ പകർന്നു കിട്ടുന്നതിന് വേണ്ടിയാണ് അമ്മയുടെ മക്കൾ ഓരോരുത്തരും ഇവിടെ കൂടുന്നത്. ഉള്ളിലെ അജ്ഞത അത് മാറിക്കിട്ടണം. അത് കിട്ടാൻ അമ്മയുടെ ഓരോ വാക്കുകളും, അമ്മയുടെ ഒരു സ്പർശനം, അമ്മയുടെ ഒരു ദർശനം, അമ്മയുടെ വാക്കുകൾ അതെല്ലാം ഏറെ സഹായിക്കുമെന്ന ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ അതിലൂടെ ആ കിട്ടുന്ന ആത്മീയതയുടെ അറിവിലേക്ക് കിട്ടുന്ന ആ ഒരു പുതിയ ഉണർവിന് വേണ്ടിയാണ് ഇവിടെ ഓരോ ഭക്തരും കാത്തു നിൽക്കുന്നത്. ഏതായാലും ഗുരുപൂർണിമ ദിന ആഘോഷ പരിപാടികൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അമൃതപുരിയിൽ അല്പസമയത്തിനകം അടുത്ത ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കും.